ഡിപ്രഷൻ അടിച്ച് ഏറ്റവും ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഒരു 2000 വരെ ഡിപ്രഷൻ ഒന്നും നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു, വിദേശത്തുള്ളത്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ മൊത്തം ഡിപ്രഷനാണ്. ഞാനൊരു കൗൺസിലിംഗ് സെന്ററിന്റെ ഇൻചാർജാണ്. ഒപ്പം തന്നെ സെന്റ് റീതാസ് എന്ന് പറഞ്ഞ ആശുപത്രി ചങ്ങനാശ്ശേരിയിലുണ്ട്. നിങ്ങൾക്കുണ്ടല്ലോ നമ്മുടെ പ്രശ്നം. നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? വലിയ അനുഗ്രഹമാണ്. 12 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്ന ഒരു കൈവക്കിക്ക് ആരുമില്ലേ? അതായത് ഇന്ന് ഒരു 9 മണിക്ക് കിടന്നാൽ നാളെ 9 മണി വരെ സ്വസ്ഥമായിട്ട് ആരും വിളിച്ചില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഏറ്റവും നല്ല കഴിവ്. ചേട്ടന്മാർക്കൊന്നും ഉറക്കല്ല, ചേട്ടത്തിമാരൊക്കെ നിങ്ങൾക്ക് ഉറങ്ങിയാൽ പോരാ, അവരല്ലേ കഷ്ടപ്പെടുന്നേ. പോട്ടെ, ഞാൻ പറഞ്ഞു ഉറങ്ങാൻ പറ്റുന്നത് അതൊരു വലിയ അനുഗ്രഹമാണ്. കാരണം ഞാൻ നിൽക്കുന്ന ഒരു സൈക്കാട്രി ഹോസ്പിറ്റലിൽ അവിടെ 30 പേഷ്യൻസ് ഉണ്ട്. 30 പേഷ്യൻസിനും ഉറക്ക ഗുളിക 2, 3, 4 കൊടുത്താലും ഉറക്കം വരുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക, കിളി പോയി ഉറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ യു ആർ ബ്ലെസ്ഡ്, അനുഗ്രഹിക്കപ്പെട്ടവർ. അനുഗ്രഹം അത്. യൗസേപ്പ് പിതാവിനെ കുറിച്ച് പറയാറുണ്ടല്ലോ, ഈ ഉറക്കത്തിന്റെ മധ്യസ്ഥ തമാശയായിട്ട് പറയാറുണ്ട്. അതായത് ഈ ആകുലതകൾക്കിടയിലും അവർ സ്വസ്ഥമായി ഉറങ്ങി. നിങ്ങൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചേക്കുക. യൗസേപ്പ് പിതാവ് ഈ ടോക്കിന്റെ ഇടയിൽ പ്രാർത്ഥിച്ചേക്കല്ലേ, ഉറങ്ങണ്ട, വീട്ടിൽ പോയി ഉറങ്ങിയാൽ മതി. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നെങ്കിൽ